നമ്മളിവിടെ വിശദീകരിച്ചിരുന്നു അല്ലാഹുവിന്റെ അസ്മാവുകളും സിഫാത്തുകളും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അല്ലാഹുവിന് യദ്, അല്ലാഹുവിന്റെ ഇറക്കം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങുന്നു, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ യദ്, അതേപോലെയുള്ള കുറെ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി തന്നെ പറഞ്ഞതാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മുടെ വിശ്വാസം? അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലാഹുവിന് നമ്മെപ്പോലെ കണ്ണുണ്ട് എന്നാണോ? നമ്മെപ്പോലെ കൈയുണ്ട് എന്നാണോ? നമ്മെപ്പോലെ അല്ലാഹു ഇറങ്ങുമെന്നാണോ? നമ്മെപ്പോലെ അല്ലാഹു ഇരിക്കുമെന്നാണോ? നമ്മെപ്പോലെ അല്ലാഹു കയറുമെന്നാണോ? ഒരിക്കലുമല്ല. നാം വിശ്വസിക്കുന്നത് എന്താണെന്ന് മുമ്പേ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് തഫ്സീർ ഇബ്നു കസീറിൽ അത് കാണാം. മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അത് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് നമ്മുടെ വിശ്വാസമെന്ന്? ആ വിശ്വാസമാണ് നമ്മൾ അവിടെയും വിശദീകരിച്ചിട്ടുള്ളത്. എന്താണ്? ഫലിന്നാസി ഫീ ഹാദൽ മഖാമി മഖാലാത്തുൻ കസീറത്തുൻ ജിദ്ദൻ ലൈസ ഹാദാ മൗദിഅ ബസ്തിഹാ وإنما نسلك في هذا المقام مذهب السلف الصالح. ഞാനിതിങ്ങനെ ചുരുക്കി പറയാൻ കാരണം കഴിഞ്ഞ സീഡിയിൽ വിശദീകരിച്ചു പറഞ്ഞതാണ്. അതൊന്ന് ചുരുക്കമട്ടത്തിൽ പറയുകയാണ്. വിശദമായ പല ക്ലിപ്പുകളും നമുക്ക് ഇനിയും പറയാനുണ്ട്, രസകരമായ സംഭവങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ മുമ്പായി ഈ കാര്യം പറയട്ടെ. ഈ സലഫുസ് സാലിഹീങ്ങളുടെ മുൻഗാമികളായ മഹത്തുക്കളുടെ മാർഗമാണ് നമ്മളും അവലംബിക്കുന്നത്. ആരാണ് മഹത്തുക്കൾ? മാലിക്കിൻ വല്ലൗസാഇ വസ്സൗരി വല്ലൈസ് ബിൻ സഅദ് വശാഫിഈ വഅഹ്മദ വഇസ്ഹാഖ് ബിൻ റാഹവൈഹി വഗൈരിഹിം മിൻ അഇമ്മത്തിൽ മുസ്ലിമീന ഖദീമൻ വഹദീസാ. ശരിക്ക് പഠിച്ചു വെച്ചോ മുസ്ലിമീങ്ങളെ. അല്ലാഹുവിന്റെ സിഫത്തുകളെ സംബന്ധിച്ച് അല്ലാഹു ഇറങ്ങും, അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ യദ്, അല്ലാഹുവിന്റെ വിരല്, അല്ലാഹുവിന്റെ പാദം, അല്ലാഹു വരുന്നു, അല്ലാഹു അർശിൽ ഉപവിഷ്ടനാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ സൃഷ്ടികളെ പോലെയാണെന്ന് വിചാരിക്കാനേ പാടില്ല. ഈ കാര്യത്തിൽ മുജാഹിദുകൾക്കൊന്നും പുതിയത് പറയാനില്ല. മാലിക് ഇമാം പറഞ്ഞതല്ലാതെ, ഔസാഇ ഇമാം പറഞ്ഞതല്ലാതെ, സൗരി ഇമാം പറഞ്ഞതല്ലാതെ, ലൈസ് പറഞ്ഞതല്ലാതെ, ഷഫീ ഇമാം പറഞ്ഞതല്ലാതെ, അഹ്മദ് ബിൻ ഹംബൽ ഇമാം പറഞ്ഞതല്ലാതെ, ഇസ്ഹാഖ് ബിൻ റാഹവൈഹി പറഞ്ഞതല്ലാതെ അവർ മാത്രമല്ല വഗൈരിഹിം മിൻ അഇമ്മത്തിൽ മുസ്ലിമീന ഖദീമൻ വഹദീസാ. പൂർവീകരും അതേപോലെ തന്നെ ആധുനികരുമായ ഇമാമീങ്ങളായ ആളുകളും മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുള്ള അതേ വാദമാണ് നമ്മുടേതും. ശരിക്ക് പഠിച്ചു വെച്ചോ. മുജാഹിദുകളുടെ വാദം എന്താണെന്നോ? അള്ളാഹ്ക്ക് നമ്മെപ്പോലെ കൈയുണ്ടെന്നല്ല, നമ്മെപ്പോലെ അല്ല നമ്മൾ ഇറങ്ങും പോലെ ഇറങ്ങുമെന്നല്ല, നാം ഇരിക്കും പോലെ കസേരയിൽ ഇരിക്കുമെന്നല്ല, നമ്മെപ്പോലെ വിരലുണ്ട് എന്നല്ല, നമ്മെപ്പോലെ കണ്ണുണ്ട് എന്നല്ല. അങ്ങനെ വിശ്വസിക്കാനേ പാടില്ലല്ലോ, അങ്ങനെ വിശ്വസിക്കാനേ പാടില്ലല്ലോ. എന്താണ് പിന്നെ നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം ഷാഫി ഇമാമിന്റെ വിശ്വാസമാണ്, മാലിക് ഇമാമിന്റെ വിശ്വാസമാണ്, ഔസാഇ ഇമാമിന്റെ വിശ്വാസമാണ്, സൗരി ഇമാമിന്റെ വിശ്വാസമാണ്. അങ്ങനെ പല ഇമാമിങ്ങളുടെയും വിശ്വാസമാണ്. എന്തേ അവരൊക്കെ വിശ്വസിച്ചത്? ശരിക്ക് ശ്രദ്ധിച്ചോ. എന്തേ അവർ വിശ്വസിച്ചത്? വഹുവ ഇംറാറുഹാ കമാ ജാഅത്, വന്നതുപോലെ നമ്മൾ വിശ്വസിക്കണം. യദുല്ലാഹി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ യദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വിശ്വസിക്കണം. കമാ ജാഅത്, വന്നതുപോലെ. ഇന്നല്ലാഹ യൻസിലു, അല്ലാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വിശ്വസിക്കണം. മിൻ ഗൈരി തകീഫിൻ വലാ തശ്ബീഹിൻ വലാ തഅ്തീൽ. അല്ലാഹ് ഇറങ്ങുന്നു എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കൈ എന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ ഏത് വിശേഷണങ്ങൾ പറയുകയാണെങ്കിലും ഇന്നത് പോലെ എന്ന് രൂപം പറയാൻ പാടില്ല, ഉപമിക്കാൻ പാടില്ല, മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താനും പാടില്ല, നിഷേധിക്കാനും പാടില്ല. അള്ളാഹുവിനെ പറ്റി അത് പറയുമ്പോ സൃഷ്ടികളെ പറ്റിയുള്ള ഒരു വിശേഷണത്തിന്റെ അണുവളവ് പോലും നമ്മുടെ മനസ്സിൽ ചിന്തിക്കാനും പാടില്ല. കാരണം അള്ളാഹുവിന്റെ ഒന്നും തന്നെ മറ്റൊരാളോട് തുലനപ്പെടുത്താൻ കഴിയില്ലല്ലോ. കാരണം ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അവനെപ്പോലെ യാതൊന്നുമില്ല, അവനെല്ലാം കേൾക്കുന്നവനാണ്,
കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അതുകൊണ്ട് നാം വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു അവനെപ്പറ്റി എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അപ്പടി വിശ്വസിക്കുന്നു. ഇപ്പോഴും പേരോട് മുസ്ലിയാർ പറയുന്നില്ലേ, മുജാഹിദിന് അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസം മോശമാണ്, നമ്മെപ്പോലെ കൈയുണ്ടത്രേ, നമ്മെപ്പോലെ ഇറങ്ങുമത്രേ, നമ്മെപ്പോലെ മുജാഹിദിന്റെ അള്ളാഹു കസേരയിൽ ഇരുന്ന് ഞെരിപരി കൊള്ളുകയാണ്, നമ്മെപ്പോലെ ഫയലിറക്കി ഒപ്പിടാൻ വേണ്ടി ഇറങ്ങുകയാണ്, കയറുകയാണ്, ഇങ്ങനെ വയറുണ്ട്, അങ്ങനെ പലതുമൊക്കെ പറഞ്ഞ് കളിയാക്കുന്നില്ലേ? സഹോദരന്മാരെ, എത്ര തവണ ആവർത്തിച്ചതാണ്, ഇനിയും പറയുന്നതിന് യാതൊരു വിരോധവുമില്ല. കൃത്യമായി തന്നെ പറയട്ടെ, അള്ളാഹു പറഞ്ഞതെന്താണോ, അവന്റെ ഖുർആനിൽ എന്താണോ വന്നത്, അതിന്റെ വ്യാഖ്യാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ എന്താണോ പഠിപ്പിച്ചത്, അള്ളയും റസൂലും പഠിപ്പിച്ചത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അതിൽ നമ്മുടെ വകയായി നമ്മെപ്പോലെ എന്ന് പറയുന്നില്ല, ഒരു സൃഷ്ടിയെപ്പോലെ എന്നും പറയുന്നില്ല. അള്ളാഹു അവന് യോജിക്കുന്ന നിലക്ക് എല്ലാ സിഫത്തുകളും അവനുണ്ടെന്നാ പറയുന്നത്. ഇതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത്, ഇതാണ് മാലിക്കി ഇമാം പറഞ്ഞത്, ഇതാണ് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇതാണ് ഷാഫി ഇമാം പറഞ്ഞത്. ഈ ഷാഫി ഇമാം പോലും ഇത് പറയുമ്പോ മുസ്ലിയാർ ഇവിടെ വന്നിട്ട് പറഞ്ഞില്ലേ, ഈ ഹുസൈൻ സലഫി ഷാഫി ഇമാമിനെ തള്ളിയില്ലേ? ഷാഫി ഇമാമിനെ കാണാൻ വിവരമുള്ള ആളാണോ ഹുസൈൻ സലഫി എന്ന് ചോദിച്ചില്ലേ? നിങ്ങൾ ഷാഫി ഇമാമിനെ തള്ളിയില്ലേ? ഷാഫി ഇമാമിനെ കുറ്റപ്പെടുത്തിയില്ലേ എന്ന് നിങ്ങൾക്കത് ചോദിക്കാൻ എന്താ അർഹതയുള്ളത്? മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഏത് വാക്യങ്ങളെയാണ് നിങ്ങൾ സ്വീകരിച്ചത്? വിശ്വാസപരമായും കർമ്മപരമായും വിശ്വാസ രംഗത്ത് തന്നെയുള്ള തെളിവല്ലേ? ഷാഫി ഇമാം പറഞ്ഞത് എന്താണ്? അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് എന്താണോ അതപ്പടി ഞങ്ങൾ വിശ്വസിക്കുന്നു. തക്യീഫ് എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല, പേരോട് ചോദിക്കലില്ലേ? അള്ളാഹു ഇറങ്ങുമെന്ന് പറയുമ്പോ പേരോട് പരിഹസിക്കാറില്ലേ? അമേരിക്കയിലെ രാത്രിയിലാണോ ഇറങ്ങുന്നത്? ഇന്ത്യൻ രാത്രിയിലാണോ ഇറങ്ങുന്നത്? മറ്റേതെങ്കിലും രാജ്യത്തിന്റെ രാത്രിയിലാണോ ഇറങ്ങുന്നത്? അള്ളാഹു ഇടത്തെ കയ്യിൽ പിടിച്ച ആകാശത്ത് അതിലേക്കാണോ ഇറങ്ങുന്നത്? ഇങ്ങനെയൊക്കെ പരിഹസിക്കലില്ലേ നിങ്ങൾ? എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. എങ്ങനെയെന്ന് പറയാതെ അള്ളാഹുവിന് യോജിക്കുന്ന നിലക്ക് ഒന്നിനോടും സാദൃശ്യപ്പെടുത്താതെ ഒന്നിനോടും ഉപമിക്കാതെ ഇമ്രാറുഹാ കമാ ജാഅത്ത് വന്നതുപോലെ തന്നെ അതിനെ അങ്ങ് അംഗീകരിക്കുന്നു. ഇന്നല്ലാഹ യൻസിലു, അള്ളാഹു ഇറങ്ങുന്നു പറഞ്ഞാൽ അള്ളാഹുടെ റഹ്മത്ത് ഇറങ്ങുന്നു വ്യാഖ്യാനിക്കാൻ പോകൂല. അള്ളാഹുടെ മലക്കുകൾ ഇറങ്ങുന്നാണ് എന്നൊന്നും പറയാൻ പാടില്ല. ഇന്നല്ലാഹ യൻസിലു എന്താ പറയേണ്ടത്? അള്ളാഹു ഇറങ്ങും. എങ്ങനെയെന്ന് ചോദിച്ചൂടാ. അള്ള എങ്ങനെയെന്ന് അറിയാത്തവനക്ക് എങ്ങനെയാ അള്ളാഹുടെ ഇറക്കം മനസ്സിലാവുക? ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹു ഇറങ്ങും, കയറും, ചിരിക്കും, അതേപോലെ തന്നെ കോപിക്കും, അതുപോലെ തന്നെ വരും എന്നൊക്കെ പറയുന്നിടത്തും ഉദ്ദേശം അങ്ങനെ തന്നെയാണ്. ഒരു സൃഷ്ടികളെ പോലെയും അല്ല കേട്ടോ. ഒരു നിലക്കും സാദൃശ്യപ്പെടുത്താൻ പറ്റാത്ത നിലക്ക് അത്യുന്നതനാണ് റബ്ബുൽ ആലമീൻ. മിൻ ഗൈരി തകീഫ്, എങ്ങനെയെന്ന് പറയാതെ, വലാ തശ്ബീഹ്, അതുപോലെ എന്ന് ഉപമിക്കാതെ, വലാ തംസീൽ, മറ്റൊന്നിനോട് ചിത്രീകരണം നടത്താതെ കൂട്ടിപ്പറയാതെ വന്നതുപോലെ അങ്ങനെ തന്നെ വിശ്വസിക്കലാണ് ഷാഫി ഇമാമിന്റെ മദ്ഹബെന്ന്, ഇമാമിന്റെ മദ്ഹബെന്ന്, അതേപോലെ തന്നെ അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബെന്ന്, ഇസ്ഹാഖ് ബിൻ റാഹവൈഹിയുടെ മദ്ഹബെന്ന്, ലൈസിന്റെ മദ്ഹബെന്ന്, സൗരിയുടെ മദ്ഹബെന്ന് ഈ പാവപ്പെട്ട ഞാനല്ലല്ലോ പറഞ്ഞത്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അല്ലേ പറഞ്ഞത്? ഇബ്നു കസീർ മാത്രമാണോ? ലോകത്ത് ഇത് പറയാത്ത പണ്ഡിതന്മാരാരാ ഉള്ളത്? എന്നിട്ട് ഷാഫി ഇമാമിനെ വിശ്വാസപരമായും കർമ്മപരമായും നിങ്ങൾ തള്ളിയിട്ടില്ലേ? മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചാണിലപ്പുറം ഖബർ ഉയർത്തുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ചാണിലപ്പുറമുള്ള ഖബറിലേക്ക് അല്ലാതെ നിങ്ങൾ പോകില്ല എന്നല്ലേ നിങ്ങളുടെ തീരുമാനം? ഷാഫി ഇമാമും നിങ്ങളുമായിട്ട് എന്താ ബന്ധമുള്ളത്? അങ്ങനെ ഓരോന്നും എടുത്തു പറഞ്ഞാൽ സമയം ദീർഘിക്കും. നിങ്ങളും ഷാഫി ഇമാമും തമ്മിൽ എന്ത് ബന്ധമാ ഉള്ളത്? അപ്പൊ ഷാഫി ഇമാമിന്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കിയിട്ട് മുതലെടുക്കാമെന്ന് പേരോട് ദയവായി വിചാരിക്കണ്ട. നിങ്ങളുടെ മുഖം മൂടി വലിച്ചു കീറും, നിങ്ങളുടെ മുഖം മൂടി വലിച്ചു കീറപ്പെടും. ഷാഫി ഇമാമിനെ പറയാൻ എന്താ നിങ്ങൾക്ക് അർഹതയുള്ളത്? ഷാഫി ഇമാമി പറഞ്ഞത്, ഷാഫി ഇമാമിന്റെ ഈ വിശ്വാസമാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങൾ പറയുന്നത് എന്താണ്? അള്ളാഹു യൻസിലു എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന അവന്റെ ഖുദറത്ത് ഇറങ്ങുന്നാണ്, റഹ്മത്ത് ഇറങ്ങും എന്നൊക്കെയാണ് എന്നല്ലേ നിങ്ങൾ പറയാറുള്ളത്? ഇത് ഇസ്ലാമിന്റെ വിശ്വാസമാണോ?
നിങ്ങൾ നോക്കൂ, ഞാൻ നിങ്ങളോട് ചില കവിതകൾ ചൊല്ലിക്കേൾപ്പിക്കട്ടെ. അടുത്ത പ്രസംഗത്തിൽ നിങ്ങൾ പറയണം ഈ കവിത അനിസ്ലാമികമാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പറയണം. ഏതാ കവിത? ശ്രദ്ധിച്ചു കേട്ടോളൂ. വഖദ് യുൻകിറുൽ ജഹ്മിയ്യു അയ്ളൻ യമീനഹു വകിൽതാ യദൈഹി ബിൽ ഫവാദിലി തുൻഫഹു വഖുൽ യൻസിലുൽ ജബ്ബാറു ഫീ കുല്ലി ലൈലത്തിൻ ബിലാ കൈഫ ജല്ലൽ വാഹിദുൽ മുതമദ്ദിഹു ഇലാ തബഖിദ് ദുനിയാ യമുന്നു ബിഫളിഹി ഫതുഫറജു അബ്വാബു സമാഇ വതുഫ്തഹു യഖൂലു അലാ മുസ്തഗ്ഫിറുൻ യൽഖ ഗാഫിറാ വമുസ്തംനിഹുൻ ഖൈറൻ വരിസ്ഖൻ ഫയുംനഹു റവാദാക ഖൗമുൻ لا يرد حديثهم ألا خاب قوم كذبوهم وقبحوا. ആശയം പറയട്ടെ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കയ്യിനെ അതില്ല എന്ന് പറയുന്ന കക്ഷികളില്ലേ? അവന്റെ ഇരു കൈയും വലതാണെന്ന് പറയുമ്പോ പരിഹസിക്കുന്ന കക്ഷികളില്ലേ? അള്ളാഹു ഇറങ്ങും എന്ന് പറയുമോ? നീ പറഞ്ഞോ അള്ളാഹു ഇറങ്ങും. അങ്ങനെ അള്ളാഹു ഇറങ്ങിയിട്ട് ഒരു നിലക്കും സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താത്ത നിലക്ക് അള്ളാഹു ഇറങ്ങിയിട്ട് ചോദിക്കും അവൻ, അലാ മുസ്തഗ്ഫിറുൻ, പാപമോചനം തേടുന്നവരുണ്ടോ? ഖൈറിനെ ചോദിക്കുന്നവരുണ്ടോ? റിസ്ഖിനെ ചോദിക്കുന്നവരുണ്ടോ? നൽകപ്പെടാമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഹദീസിൽ? എന്നിട്ട് ഈ കവിതയുടെ അവസാന വരി ഒന്നുകൂടി പറയട്ടെ. റവാദാക ഖൗമുൻ ലാ യുറദ്ദു ഹദീസുഹും. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മഹാന്മാരായ ആളുകളാണ്. അവരുടെ ഒന്നും വാക്കുകളെ തള്ളിക്കളയാൻ പറ്റാത്ത നിലക്ക് മഹാന്മാരല്ലേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അലാ ഖാബ ഖൗമുൻ കസ്സബൂഹും വഖുബ്ബിഹൂ. ഇവരെയൊക്കെ കളവാക്കിയ ജനങ്ങൾ വളരെ മോശപ്പെട്ടവരല്ലേ, വളരെ വൃത്തികെട്ടവരല്ലേ. ഈ പദ്യം പേരോട് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ആ പദ്യം ഇസ്ലാമിന്റെ കവിതയല്ല, അത് അനിസ്ലാമികമാണ്. ഇസ്ലാമിന്റെ കവിതയല്ല, അത് അനിസ്ലാമികമാണ് എന്ന്, ഇസ്ലാമിക വിരുദ്ധമാണ് ഈ കവിത എന്ന് പേരോടിന് പറയാൻ കഴിയുമെങ്കിൽ അടുത്ത പ്രസംഗത്തിലൊന്ന് പറയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾ കിൽത്തായതീയമീനുൻ, അള്ളാഹുവിന്റെ ഇരു കൈകളും വലതാണെന്ന് പറഞ്ഞപ്പോ അള്ള വികലാംഗനല്ലേ എന്ന് ചോദിച്ചു പരിഹസിച്ചയാളാണ്. ഞങ്ങളല്ലല്ലോ പറഞ്ഞത്. ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഞങ്ങളുടെ പ്രസംഗത്തിൽ ഞങ്ങൾ കൃത്യമായിട്ട് എടുത്ത് കാണിച്ചിരുന്നു. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ സിഫത്തുകളെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞതെന്താണ്? അള്ളാഹു അവനെ പറ്റി പറഞ്ഞതുപോലെ വിശ്വസിക്കണം. നമ്മുടെ വകയായിട്ട് രൂപപ്പെടുത്താൻ പാടില്ല, തസ്ബീഹ് പറയാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ? അങ്ങനെ ഓരോ വിഷയങ്ങളും പറഞ്ഞപ്പോ ഞാൻ എടുത്ത് വായിച്ചിരുന്നു. നിങ്ങൾ അംഗീകരിക്കുന്ന മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹത്തിന്റെ കിതാബിൽ പോലും ഈ പറയുന്ന വാദം പറഞ്ഞിട്ടില്ലേ? എന്ത്? അള്ളാഹുവിന് ഇരു കൈകളുമുണ്ട്. ലഹു യദാനി, അള്ളാഹുവിന് രണ്ട് കൈയുണ്ട്. വകിൽതാ യദൈഹി യമീൻ, അള്ളാഹുടെ ഇരു കൈകളും വലത്താണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വികലാംഗനെന്ന് പറഞ്ഞു പരിഹസിച്ചില്ലേ? ഞങ്ങൾ ഉണ്ടാക്കിയതാണോ ഈ ഹദീസ്? പേരോട് പറയണം അടുത്ത പ്രസംഗത്തിൽ. കിൽതാ യദൈഹി യമീൻ എന്നൊരു ഹദീസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളൊന്ന് വെക്കണം എന്ന് വിപരീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഈ മുഹീദ്ദീൻ ശൈഖിന്റെ ഗുന്യ എന്ന് പറയുന്ന കിതാബിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇറക്കത്തെ സംബന്ധിച്ച് വഅന്നഹു തആല യൻസിലു ഫീ കുല്ലി ലൈലത്തിൻ ഇലാ സമാഇ ദുനിയാ, ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് എല്ലാ രാവിലും അല്ലാഹു ഇറങ്ങുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി തന്നെ അവിടെ പറഞ്ഞിട്ടില്ലേ? അവിടെ അദ്ദേഹം പറയുന്നുണ്ട് ലാബിമഅന നുസൂലിർ റഹ്മ, റഹ്മത്തിറങ്ങ എന്ന അർത്ഥത്തിലല്ല. അത് അശ്ശരികളുടെ വാദമാണ്, മുഅ്തസിലത്തിന്റെ വാദമാണ്. ആ വാചകം കേട്ടോളൂ. വഅന്നഹു തആല യൻസിലു ഫീ കുല്ലി ലൈലത്തിൻ ഇലാ സമാഇ ദുനിയാ കൈഫ ശാഅ വകമാ ശാഅ ഫയഗ്ഫിറു ലിമൻ അദ്നബ വഅഖ്തഅ വഅജ്റമ വഅസാ ലിമൻ യഖ്താറു മിൻ ഇബാദിഹി വയശാഉ തബാറക വതആല അൽ-അലിയ്യുൽ അഅ്ലാ ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്നാ ലാ ബിമഅന
ബൈന നുസൂൽ റഹ്മത്തി വസവാബിഹി അലാ മദ്ദഅതുൽ മുഅ്തസിലത്തു വൽ അശ്ശരിയ. അശ്ശരിയാക്കള് പിഴച്ച കക്ഷികളല്ലേ, അതേപോലെ തന്നെ മുഅ്തസിലത്തും പിഴച്ച കക്ഷികളല്ലേ. അഥവാ അവരുടെ ഈ നിലക്കുള്ള വിശ്വാസത്തിൽ അവർക്ക് പിഴവുണ്ടല്ലോ. അവര് പറയുന്നത് അല്ലാഹ് ഇറങ്ങും എന്ന് പറയുമ്പോ റഹ്മത്ത് ഇറങ്ങും എന്ന് പറയണമെന്നാണ്. അത് ശരിയല്ല എന്ന് ജീലാനി പോലും ഉഞ്ഞ എന്ന കിതാബിൽ പറഞ്ഞിട്ടില്ലേ എന്ന് ഉഞ്ഞത്തെടുത്തുകൊണ്ട് വായിച്ചപ്പോ പേരോട് പറയുന്നത് എന്താണെന്നോ, പേരോട് പറയുന്നു ഉഞ്ഞയിൽ നിങ്ങൾ കടത്തിക്കൂട്ടിയതാണ്, ഉഞ്ഞയിൽ അതിലില്ല, അത് കള്ളമാണ്. മഹാന്മാര് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഉഞ്ഞയിൽ ഈ കപടവിശ്വാസികൾ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഉഞ്ഞയിൽ നിങ്ങളുണ്ടെന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ഉഞ്ഞ വായിച്ചതിനെ സംബന്ധിച്ച് പേരോട് പറഞ്ഞിട്ടില്ലേ? മറക്കാതിരിക്കാനെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഭാഗമൊന്ന് കേൾപ്പിക്കൂ. എന്ത്? ഉഞ്ഞയിൽ കടത്തിക്കൂട്ടിയതാണ്, ഉഞ്ഞയിൽ പച്ചക്കള്ളം ചേർത്ത് പറഞ്ഞതാണ്, ശരിയായ ഉഞ്ഞയിൽ അതില്ല എന്നല്ലേ പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. എന്താണ് ഇവിടെ വന്നിട്ട് മൗലവി പറയുന്നത്? ഞങ്ങൾ മാത്രമല്ല, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ കിതാബിൽ ഉഞ്ഞത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹ് കൈയുണ്ട് കാലുണ്ട്, പടച്ചവൻ സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് എന്ന് കിതാബിൽ ഉഞ്ഞത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് നാദാപുരത്ത് വന്ന് മൗലവി പ്രസംഗിച്ചില്ലേ? ഓ മൗലവി, ഷാർജയിലെ റൂം എന്ന് പറഞ്ഞാ പോരെ, നാദാപുരത്ത് വന്നിട്ട് ഈ വിവരക്കേട് വിളമ്പണോ? മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ തങ്ങൾ അങ്ങനെ അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്നും അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ടെന്നും അതുപോലെ അള്ളാഹു തആല സിംഹാസനത്തിന് മുകളിൽ ഇരിക്കുകയാണെന്നും പറഞ്ഞിട്ടുണ്ടോ മൗലവി? പച്ചക്കള്ളമല്ലേ മൗലവി? മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ ഹദീസിൽ പ്രത്യേകം പറയാണ്. എന്താ പറയുന്നത് കേട്ടോളൂ. وإياك أن تغتر أيضا بما وقع في الغنية لإمام العارفين وقطب الإسلام والمسلمين الأستاذ عبد القادر الجيلاني റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ ഉഞ്ഞത്തിൽ നടന്ന ഒരു സംഭവം അത് കണ്ടു നീ പെട്ടുപോകണ്ട. അതെന്താ നടന്നത്? ഫൈന്നഹു ദസ്സഹു അലൈഹി ഫീഹാ മൻ സയന്തഖിമുല്ലാഹു മിൻഹു. ഖിയാമത്ത് നാളിൽ അല്ലാഹ് ഇത് പകരം കൊടുക്കും. അങ്ങനത്തെ ചില വിവരം കെട്ടവര് ബഹുമാനപ്പെട്ടവരുടെ കിതാബിൽ എഴുതി ചേർത്തതാണത്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബിൽ വിവരം കെട്ട ചില ആളുകൾ, പടച്ചവന് പേടിയില്ലാത്തവര് എഴുതി ചേർത്ത് കൊടുത്തതാണത്. ബഹുമാനപ്പെട്ട ശൈഖ് അതിന് ഉത്തരവാദി അല്ല. മുഹീദ്ദീൻ ശൈഖ് അങ്ങനെ എഴുതിയിട്ടില്ല. അത് ഈ കപട വിശ്വാസികൾ എഴുതി ചേർത്തതാണ്. കണ്ടോ എന്താ പറഞ്ഞു കാര്യങ്ങള്? ഈ കപട വിശ്വാസികൾ എഴുതി ചേർത്താണ് കുഞ്ഞയിലെ. നമുക്ക് കുഞ്ഞയിൽ എഴുതലാനുള്ള പണി. സഹോദരന്മാരെ എന്താ പറഞ്ഞിരുന്നറിയോ? കുഞ്ഞയിൽ വായിച്ച മൂപ്പര് പറയാണ് കുഞ്ഞയിൽ അങ്ങനെയുള്ള പച്ചക്കള്ളമാണ്, മാത്രല്ല അത് കടത്തിക്കൂട്ടിയതാണ്. ഇവർക്ക് പറ്റാത്തത് ഏത് കിതാബെന്ന് വായിച്ചാലും പറയും അത് കടത്തിക്കൂട്ടിയതാണെന്നാ പറയാ. എന്നാ സഹോദരന്മാരെ, നിങ്ങളോട് വിനീതമായി പറയട്ടെ, നിങ്ങൾ പറഞ്ഞ രൂപത്തിലുള്ള വാചകം ഇല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾ നിഷേധിക്കുന്ന വാചകം ഇല്ലാത്ത, ഞങ്ങളിവിടെ വായിച്ച വാചകം ഇല്ലാത്ത ഒരു ഉഞ്ഞ ലോകത്ത് നിന്ന് എവിടെ നിന്നെങ്കിലും ഒന്ന് സംഘടിപ്പിക്കാൻ പേരോടിന് സാധ്യമാണോ? ഞങ്ങൾ കളവ് പറഞ്ഞു പോയാ പോരാ, ഞങ്ങൾ കടത്തിക്കൂട്ടിയതാന്ന് പറഞ്ഞാ പോരാ. ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ കുഞ്ഞ കിട്ടുക, നിങ്ങൾക്കും കിട്ടില്ലേ? ഇത് കടത്തിക്കൂട്ടിയ മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ പച്ചക്കള്ളം എഴുതിയ കുഞ്ഞയാണെങ്കിൽ ഈ കുഞ്ഞ നിങ്ങളുടെ ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഈ കിതാബ് നിങ്ങളുടെ ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിയതാണ്. കേൾക്കുമ്പോ പേരോട് വിചാരിക്കും അടുത്തൊരു ക്ലിപ്പിന് വകെ എന്താ, എനിക്ക് ബുക്ക് സ്റ്റാളുണ്ട് എന്ന് മൗലവി പറഞ്ഞു, പച്ചക്കള്ളം. നിങ്ങളെ ബുക്ക് സ്റ്റാൾ എന്ന് പറഞ്ഞാല് മനസ്സിലാക്കാത്തിരി വിവരം വേണം. നിങ്ങളെ ബുക്ക് സ്റ്റാൾ പറഞ്ഞ പേരോടിന് ബുക്ക് സ്റ്റാൾ ഉണ്ട് എന്നല്ല. ഞാൻ ക്ലിപ്പിടാന്ന് വിചാരിച്ച് മോഹിച്ചിരിക്കണ്ട. നിങ്ങളെ ബുക്ക് സ്റ്റാൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വിഭാഗത്തിന്റെ ബുക്ക് സ്റ്റാൾ എന്നാണ്. നിങ്ങളുടെ ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിയതാണ്. ഉസ്താദിന്റെ പേരിലൊരു ബുക്ക് സ്റ്റാളില്ലേ, നെല്ലിക്കുത്ത് ബുക്ക് സ്റ്റാൾ മഞ്ചേരിയിൽ, അവിടെ ഈ സാധനം വിൽക്കുന്നില്ലേ? നിങ്ങളുടെ കോഴിക്കോടുള്ള മർക്കസ് കേന്ദ്രത്തിൽ വിൽക്കുന്നില്ലേ? പല സ്ഥലങ്ങളിലും വിൽക്കുന്നില്ലേ? പലരും വിൽക്കുന്നില്ലേ? ഞങ്ങൾ മാത്രമാണോ കുഞ്ഞ വിൽക്കുന്നത്? ഞങ്ങൾ ഇവിടെ വായിച്ച വാചകം കൂട്ടിച്ചേർത്തതാണെങ്കിൽ ആവർത്തിച്ചു പറയട്ടെ, ഞങ്ങൾ ഇവിടെ വായിച്ച വാചകം ഇതിൽ ഞങ്ങൾ കൂട്ടിച്ചേർത്തതാണെങ്കിൽ
ആ വാചകമില്ലാത്ത ഒരു ഒറിജിനൽ കുഞ്ഞ കൊണ്ടുവരാമോ? ഒരു ഒറിജിനൽ കുഞ്ഞ കൊണ്ടുവരാമോ? ജീവനുണ്ടെങ്കിൽ കൊണ്ടുവരുമോ? കുഞ്ഞ ഇത് കടത്തിക്കൂട്ടിയ കുഞ്ഞയാണെങ്കിൽ മഹാനായ ശൈഖ് ജീലാനിയുടെ പേരിൽ കള്ളം പറയുന്ന കുഞ്ഞയാണോ നിങ്ങൾ വിറ്റ് കാശാക്കുന്നത്? നിങ്ങൾക്ക് ശൈഖിനോട് സ്നേഹമുണ്ടോ? ശൈഖിന്റെ പേരിൽ കള്ളം പറഞ്ഞ കുഞ്ഞ വിറ്റിട്ട് തട്ടിപ്പൻ കുഞ്ഞ വിറ്റ് കാശാക്കലാണ് നിങ്ങളുടെ പണിയല്ലേ? നിങ്ങളെ പണിപ്പെന്താ? മൊയ്തീൻ ശൈഖിന്റെ പേരിൽ നുണ പറയുന്ന കിതാബ് വിൽക്കുക അല്ലേ? നിങ്ങളെ ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിയത്. ഇത് മുജാഹിദ് വിൽക്കണതല്ല, ആർക്കും വാങ്ങാൻ കിട്ടും. കുഞ്ഞ ചോദിച്ചു വാങ്ങിക്കോളൂ, മുഹീദ്ദീൻ ശൈഖിന്റെ കുഞ്ഞ. ആ കുഞ്ഞയിൽ ഞങ്ങൾ പറയുന്ന വാചകം ഇല്ലാത്തൊരു കുഞ്ഞ കൊണ്ടുവരും. നിങ്ങൾ സാധ്യമാണോ കുഞ്ഞ കൊണ്ടുവരാൻ? ലോകത്ത് എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നോ കുഞ്ഞ കൊണ്ടുവരും. എന്ത്? ഞങ്ങൾ വായിച്ച ഇബാറത്തയിലില്ല നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് പറ്റാത്തതാണ് വായിക്കുമ്പോൾ കുഞ്ഞയിലതില്ല കടത്തിക്കൂട്ടിയതാണെന്ന് പറയും. ഒറിജിനൽ കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നിട്ട് അടുത്ത പ്രാവശ്യത്തെ പ്രസംഗത്തിൽ ഇതാ സലഫി, ഇതാണ് ഒറിജിനൽ കുഞ്ഞ, അതിൽ നിങ്ങൾ പറയുന്ന വാചകമില്ല, ഇതാണ് ഞങ്ങളുടെ കയ്യിലുള്ള ആ ശരിയായ കുഞ്ഞ, ഒന്ന് കൊണ്ടുവന്ന് കാണിക്കൂ. നിങ്ങൾ വെറുതെ നോണ പറയാ ജനങ്ങളുടെ മുമ്പിൽ. കുഞ്ഞയിലില്ല, തട്ടിപ്പാണ്, ഈ കപട വിശ്വാസികൾ ചേർത്തതാണ്. എന്നാ യഥാർത്ഥ മൂമിനീങ്ങളെ ഇത് കുഞ്ഞെന്ന് കൊണ്ടുവാ. ഈ കപട വിശ്വാസികൾ ചേർത്ത കുഞ്ഞ വിറ്റിട്ടാണോ നെല്ലിക്കുത്ത് ബുക്ക് സ്റ്റാളിൽ കാശുണ്ടാക്കുന്നത്? SYS കാരൻ കാശുണ്ടാക്കുന്നത്? നിങ്ങൾക്ക് ഇതാണോ പണി? ശൈഖിന്റെ പേരിൽ നോണ പറഞ്ഞ കിതാബ് വിറ്റ് കാശാക്കലാണോ നിങ്ങളുടെ പണി? അല്ലെങ്കിൽ നാളെ മുതൽ കിതാബൊക്കെ പിൻവലിക്കും നിങ്ങളെ ബുക്ക് സ്റ്റാളിൽ നിന്ന്. ചിലപ്പോ പിൻവലിക്കൂട്ടോ. ഇതിന് മുമ്പ് ഓരോ കോപ്പി വാങ്ങിച്ചോളണേ, എല്ലാവരും വാങ്ങിച്ചോളണം. ഇതാ കുഞ്ഞന്റെ സ്ഥിതി. എന്നിട്ട് ഈ രൂപത്തിൽ കളവ് പറയാണ് സഹോദരന്മാരെ. മാത്രല്ല അള്ളാന്റെ 2 കൈകളും വലത്താണ് എന്ന് നമ്മളിവിടെ ഇതേ കുഞ്ഞയിൽ നിന്ന് തന്നെ വായിച്ചു പറഞ്ഞപ്പോ മൂപ്പരതിനെ പരിഹസിക്കാണ്. 2 കൈയും വലത്താന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുക, പരിഹസിക്കുക. ഹദീസിലുള്ളത് പറഞ്ഞതാണ്. മൂപ്പര് വിചാരിച്ച മൂപ്പരെ പോലെയാണ് അള്ളാഹ്. അപ്പൊ മൂപ്പര് 2 കൈയും വലത്താണെങ്കിൽ ഇപ്പൊ വികലാംഗന്റെ മാതിരി ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് അള്ളാഹിന് കേൾക്കുമ്പോൾ മൂപ്പരക്ക് ഒരു മൂപ്പരെ ഓർമ്മ വരുന്നത്, മനുഷ്യനെ പറ്റി ഓർമ്മ വരികയാണ്. ഇവർക്ക് മൂപ്പരെ ഓർമ്മ വരിക, കാന്തപുരത്ത് ഓർമ്മ വരിക. അപ്പൊ ആ കാന്തപുരത്തിന്റെ 2 കൈയും ഇങ്ങനെ ഇപ്പൊ എന്താ ഇപ്പൊ കോലുണ്ടാവുക? അങ്ങനല്ലേ? അള്ളാഹിനെ പറ്റി അങ്ങനെ ചിന്തിച്ചാലോ? ഇത് അള്ളാഹ് ആരാന്ന് മനസ്സിലാക്കണോ? അള്ളാഹിന് കേൾക്കുമ്പോൾ സൃഷ്ടികളോട് ഒന്നിനും ഒരു നിലക്കും സാദൃശ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ. വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഒരു കുല്യായുൽ കാഫിറൂന പഠിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചതുപോലെ കുല്ലു വല്ലെങ്കിലും പഠിച്ചുകൂടായിരുന്നോ? എന്തേ നിങ്ങൾക്ക് അള്ളാഹുടെ ഒരു സിഫത്ത് പറയുമ്പോഴേക്ക് സൃഷ്ടികളെ പറ്റി ഓർമ്മ വരുന്നു? അങ്ങനെ ഓർക്കണ്ട. അള്ളാഹിനെ പറ്റി എന്ത് പറയുമ്പോഴും അവന് യോജിച്ചതുപോലെ മനസ്സിലാക്കി എവിടെ തകരാറ് വരാനുള്ളത്? അപ്പൊ കിൽത്തായ ദൈഹി അമീൻ. എന്നിട്ട് സക്കരിയ സലാഹിനെ കുറ്റം പറയാണ്. സക്കരിയ സലാഹി പറഞ്ഞു 2 കൈയും വലത്താണ്. അപ്പൊ സക്കരിയ സലാഹി ഏത് സ്ഥലത്തു നിന്നൊക്കെ സക്കരിയ സലാഹി നിങ്ങൾക്ക് അതിന് മറുപടി പറഞ്ഞു. എവിടുന്നാ പറയാത്തത്? ഇരുമ്പുഴ വൈക്ക് പിന്നെ പേരോട് ചെന്നിട്ടില്ല. ഇവിടെ അങ്ങനെ വലിയ ബടായി പറയും. എന്താ ബടായി അറിയാന്നറിയോ? കുറെ കഴിഞ്ഞിട്ടാ മൗലവി ഇവിടെ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക. ഞാൻ പിന്നീട് വിശദീകരിക്കുന്നത്. അപ്പോ മൂപ്പർക്ക് ഇങ്ങനെ വലിയ താല്പര്യത്തിന് ഇങ്ങനെ കാത്തു നിൽക്കുക. ധൈര്യമുള്ള മൗലവിമാരുണ്ടെങ്കിൽ മുമ്പിൽ വന്ന് വായിക്കട്ടെ എന്നൊക്കെ. നിങ്ങളെ മുമ്പിലല്ലേ ഈ മൗലവിമാരൊക്കെ കിതാബ് വായിക്കാൻ വന്നത്? വസങ്കടിയിൽ നിന്നും അതേപോലെ തന്നെ മണ്ണാർക്കാട്ടിൽ നിന്നും അതുപോലെ തന്നെ ഇടമുട്ടത്ത് വെച്ചൊക്കെ നിങ്ങളുടെ പണ്ഡിതന്മാരുടെ മുമ്പിലല്ലേ വന്നത്? എന്നിട്ട് നിങ്ങൾ എന്തേ അവരൊക്കെ അണ്ണാക്കുതടാകന് വിഴുങ്ങിയോ? ഓരോ കഥകളും നിങ്ങൾ പറയിപ്പിക്കണ്ട. നിങ്ങൾ എവിടെയാ പ്രസംഗത്തിന് മറുപടിക്ക് പോകാറുള്ളത്? ഇരുമ്പുഴിയിൽ നിങ്ങളുടെ കൊണ്ടോട്ടി പ്രസംഗത്തിന്റെയും ഇരുമ്പുഴിയിലെ പ്രസംഗത്തിന്റെയും ഒരേ ആശയമായിരുന്നു. ബഹുമാന്യനായ സക്കരിയ സലാഹി 3 ദിവസം അതിന് കൃത്യമായി നിങ്ങളുടെ ഓരോ വാദങ്ങളെയും ഇട്ടുകൊണ്ട് കൃത്യമായി നിങ്ങളുടെ തൊലി വിരിച്ചു. പേരോട് ഇവിടെ വരണം എന്ന് കൃത്യമായി പലതവണ ആവർത്തിച്ചു വെല്ലുവിളിച്ചു. ഇരുമ്പുഴിയിലെ ആ CD നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ആ CD-യിൽ നിങ്ങൾക്ക് കാണാം സക്കരിയ സലാഹി പലതവണ ആവർത്തിക്കുന്നുണ്ട്. ആവർത്തിച്ചിട്ടും ആ വഴിക്ക് പിന്നെ പേരോട് പോകുന്നില്ല. എന്തേ പോവാത്ത്? എവിടെയാണ് നിങ്ങൾ പോകല്? പിന്നെ എന്താ മൂപ്പർക്ക് വലിയ ധൈര്യം? നമ്മളത് വിദേശത്തല്ലേ, വരാൻ കുറച്ച് താമസം പിടിക്കുക. അപ്പൊ നമുക്കൊന്ന് ഒന്നിങ്ങനെ മേഞ്ഞ് നടക്കാ. പേരും പറഞ്ഞിട്ട് വരുന്നില്ല, ഷാർജയിലേക്ക് തട്ടിയതാണ്, ഇതുവരെ കാണുന്നില്ല, എന്തേ കാണാത്തു എന്നൊക്കെ. CD ഇറക്കണത് നിങ്ങൾ ഏത് കാലത്താ? ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞിട്ടാണല്ലോ CD ഇറക്കണത്. 5 മാസം കഴിഞ്ഞിട്ടും വരുന്നില്ല. അന്ന് പ്രസംഗിച്ചതിന്റെ CD ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കണേലും തീർന്നിട്ടില്ല. അതൊക്കെ എന്താണ് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് വിശദീകരിക്കുന്നത്. അപ്പോ നിങ്ങൾ നോക്കൂ, ഈ രൂപത്തിലൊക്കെ ഇങ്ങനെ ബടായി പറയാന്നല്ലാതെ ആ നിലക്ക് ഇങ്ങനെ ഓരോന്ന് പറയാ, മറുപടിയാണ് കൊടുത്താൽ എത്ര സ്ഥലത്തുനിന്ന് സലാഹി വിളിച്ചിട്ടുണ്ട് സക്കരിയ സലാഹി. പേരോടാ ബൈക്കൊന്നും ചെല്ലൂല. മൂപ്പര് കേട്ടിട്ടേ ഇല്ല. പെരിങ്ങത്തൂർക്ക് പോകാൻ അധികം ദൂരമുണ്ടോ? ഹനീഫ് മൗലവി അവിടെ പ്രസംഗിച്ചു, മൂപ്പര് അറിഞ്ഞിട്ടേ ഇല്ല. കൊണ്ടോട്ടിക്ക് അടുത്ത് ഇരുമ്പുഴിയിൽ പ്രസംഗിച്ചു, പോണേ ഇല്ല. നിങ്ങൾ ചോദിച്ചു നോക്കും ഒരു പോയാന്ന്. അപ്പോ അങ്ങനെ അവിടൊക്കെ മറുപടി പറഞ്ഞ ആശയം ഇവിടെ പിന്നെയും ഈ മുസ്ലിയാർ വന്നിട്ട് വിളമ്പാണ്. അവിടെ മറുപടി നന്നായി വയറ് നിറയെ മറുപടി കൊടുത്തതന്നെ ഇവിടെ വന്ന് പിന്നെയും വിളമ്പാണ് എന്നാ പറയുന്നത്. കേട്ടോളൂ ആ ഭാഗം.
മൗലവി പറഞ്ഞെന്തറിയോ? അള്ളാഹ്ക്ക് വലത്ത് 2 കൈയുണ്ട്, ഇടത്തെ കൈ ഇല്ലാതെ. എങ്ങനെ? അള്ളാഹ്ക്ക് നാളെ നല്ല രസമുള്ള വരുന്നുണ്ട്. 2 കൈയുണ്ട് അള്ളാഹ്ക്ക്, 2ഉം വലത്താണ്, ഇടത്ത് പഠിച്ചോന് കൈയില്ല. കൊണ്ടോട്ടി ഞാൻ പ്രസംഗം ഒരുത്തൻ സാഹസം ചോദിച്ചപ്പോ അള്ള വികലാംഗനാണോ ഉണ്ടോ? അള്ള വികലാംഗനാണോ ആരും ചോദിച്ചിട്ടില്ല, മൂപ്പരനെ ചോദിക്കണേ. പണ്ടും മൂപ്പര് ചോദിക്കലിന് ഒരു കുട്ടി ചോദിച്ചു മാഷോട്, ഏതാ കുട്ടി? മൂപ്പരന്നെയാണേ. മൂപ്പരന്നെ ചോദ്യം ഉണ്ടാക്കുക, മൂപ്പരന്നെ ഉത്തരം പറയല, മൂപ്പര പണി. മൂപ്പർക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ആരുടെയും പെരടിയിൽ കിടും. കുട്ടി ചോദിച്ച് അല്ലെങ്കിൽ ഇന്നോടൊരാൾ ചോദിച്ചു, ഇയാളെന്നെ ചോദിക്കണം. ഈ പൊട്ടപ്പോയത്തും തലക്കൊരു മൂന്നുള്ളതും ചോദിക്കൂല. മൂപ്പരന്നെ വിഡ്ഢി ആകുകയാണ്. മൂപ്പരന്നെ വിഡ്ഢിച്ചോദ്യം ഉണ്ടാക്കും, ഞാൻ തന്നെ ഏറ്റെടുക്കുക, ഞാൻ തന്നെ ചോദ്യം, ഞാൻ തന്നെ മറുപടി. ഇങ്ങനെയാ. അപ്പൊ ഈ രൂപത്തിലാണ്. ഇനി സഹോദരന്മാരെ, ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ കിൽത്തായദൈഹി യമീൻ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിന് പേരോടൊന്ന് അർത്ഥം പറയട്ടെ. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആ ഹദീസല്ലേ ഇവിടെ വായിച്ചുള്ളൂ. അത് കേൾക്കുമ്പോൾ അങ്ങനെ വികലാംഗനല്ലേ എന്നിട്ട് കളിയാക്കുക. ഒരാൾ ചോദിച്ചു, ആരും ചോദിച്ചിട്ടില്ല. ഈ രൂപത്തിലുള്ള പൊട്ടത്തരങ്ങളാവെന്ന് പറഞ്ഞ് പിന്നെ നമ്മളിവിടെ പറഞ്ഞിരുന്നു എന്തെന്നറിയോ? കഴിഞ്ഞ പ്രസംഗത്തിലേ നിങ്ങൾ ഇറങ്ങുന്ന അർത്ഥം പറയാൻ പാടില്ല, ഇറങ്ങുന്നു പറയാൻ പാടില്ല, തെറ്റാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ സുലൈമാൻ സഖാഫിനെ എഴുതിയിട്ടുണ്ടല്ലോ ഇറങ്ങി വരും, ഇറങ്ങി നിൽക്കും, ഇറങ്ങും എന്നൊക്കെ. അപ്പൊ മൂപ്പര് പറഞ്ഞൊരു വാചകമുണ്ട്, വല്ലാത്തൊരു രസമല്ലോ. എന്താ രസം എന്നറിയോ മൂപ്പര് വാചകം? മൂപ്പര് പറയണേ, അതിപ്പോ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറയുമ്പോ പിന്നെ നിങ്ങൾ പറഞ്ഞതല്ലാതെ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോന്ന്. ഞങ്ങൾ പറഞ്ഞോന്നല്ല, നിങ്ങൾ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുമ്പോ ഞങ്ങൾക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല നിങ്ങൾ പറയത്തെ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ പറയത്തെ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞല്ലേ പറയാൻ പറ്റുള്ളൂ. അതല്ലേ ഞങ്ങൾക്ക് എഴുതണ്ട്. ആകെ കൺഫ്യൂഷൻ ആക്കുക. നോക്കൂ നിങ്ങൾ ആ ഭാഗം. സഹോദരന്മാരെ, എന്നിട്ട് സുലൈമാൻ സഖാഫിന്റെ ഒരു ബുക്ക്, ആ ബുക്കിൽ അദ്ദേഹം നിങ്ങൾ ഇങ്ങനെ അർത്ഥം പറയാറുണ്ട് എഴുതിയ സ്ഥലത്ത് ഒരു ഹദീസിന്റെ പ്രകടമായ അർത്ഥം ഇപ്രകാരം വായിക്കാം, ഇപ്രകാരം വിശ്വസിക്കാന്നില്ല, ഇപ്രകാരം വായിക്കാം. നബി പറയുന്നു എല്ലാ രാത്രിയും അല്ലാഹു ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നവവി പറയുന്നു എന്ന് പറഞ്ഞൊരു വിശദീകരണം. അപ്പൊ നിങ്ങൾ എഴുതുന്നത് ഇങ്ങനെ വായിക്കാൻ അയാൾ പറഞ്ഞത് കൊണ്ടുവന്നിട്ട് പേരോട് ഇവിടെ ആളാവർത്തി ഇയാൾ പറയാണെന്ത് നിങ്ങളെ സുലൈമാൻ സഖാഫി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എഴുതി അങ്ങനെ തന്നെയല്ലേ ഞങ്ങൾ വായിക്കുന്നു, അല്ലാതെ ഇങ്ങനെ വായിക്കുക? നിങ്ങൾ എഴുതിയത് നിങ്ങളെല്ലാം വായിക്കാൻ പറ്റുമോ? നിങ്ങൾ അങ്ങനല്ലേ എഴുതിയത്? എന്നിട്ട് ഞങ്ങൾ പറഞ്ഞാണെന്ന് വെച്ച് കെട്ടിയില്ലേ? കബളിപ്പിക്കലല്ലേ മൗലവി? കബളിപ്പിക്കലല്ലേ ഇത്? ഇതാ കബളിപ്പിക്കല്. നമ്മൾ എഴുതിയതാണോ? അത് കേട്ടോളി. നിങ്ങൾ പറയുന്നത് ഇതിലുണ്ട്, കേട്ടോളി. ഞാൻ വായിച്ച വാചകം കേട്ടോളൂ. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ പ്രകടമായ അർത്ഥം ഇപ്രകാരം വായിക്കാം. പ്രകടമായ അർത്ഥം ഇപ്രകാരം മുജാഹിദീങ്ങൾ എഴുതിയതുപോലെ വിവരിക്കാനല്ല. തട്ടിപ്പ് കണ്ടോ? പ്രകടമായ അർത്ഥം മുജാഹിദീങ്ങൾ എഴുതിയതുപോലെ ഇപ്രകാരം പറയാനല്ല പറഞ്ഞത്. നിങ്ങൾ എന്താ പറഞ്ഞതറിയോ? പ്രകടമായ അർത്ഥം ഇപ്രകാരം വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാ രാത്രിയും അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വരും തന്നെ പറഞ്ഞത്. മുപ്പര് പണ്ട് എൻസിലൂ യജീഊന എവിടെയുള്ളൂ എന്നൊക്കെ ഭയങ്കര ആവേശത്തിൽ ചോദിച്ചിരുന്നു. എൻസിലു എന്ന് പറഞ്ഞാൽ ഇറങ്ങും, മൗലവി പടാന്നിട്ട് ഇറങ്ങി വരും എന്നാ പറഞ്ഞത്. എന്നാ അതിനെവിടെ മൗലവി പദം എന്നൊക്കെ ചോദിച്ചു. എന്താ പദം വേണ്ടത്? എൻസിലുവ യജീഊന അത്ര വേണ്ടത്. അപ്പൊ നിങ്ങളോ എൻസിലുവ യജീവു അല്ല പറഞ്ഞ് ഇറങ്ങി വരും. എവിടുന്നായും കിട്ടി? മാളിയേക്കലർ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒത്ത തോണയല്ലേ രക്ഷപ്പെടുത്താൻ. എന്ത് നിങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത് പിന്നെ ഞങ്ങളല്ല എന്താ പറയാ? എവിടെ അതിലാ വാചകം? മുജാഹിദുകൾ ഇപ്രകാരം പറയുന്നത് ഞങ്ങൾ ഉദ്ധരിക്കുന്നു എന്ന് എവിടെയാണ് ആ വാചകം? മലയാളത്തിലല്ലേ? എവിടെയാണ് ആ വാചകം? നിങ്ങളെടുത്ത് വായിക്കണം, നിങ്ങളെടുത്ത് വിവരിക്കണം. ഇനി മാളിയേക്കലിന്റെ അതിൽ മാത്രാണോ? മാളിയേക്കലിന്റെ അതിൽ മാത്രാണോ ഈ കെ മാഹിൻ സഖാഫി എഴുതുന്നത്? കേട്ടോ, ഈ രാത്രി അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും, അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് മാഹിൻ സഖാഫിയും പറയുന്നു. ഇനി പല പ്രസിദ്ധീകരണങ്ങളിലുമുണ്ട് ഇറങ്ങും എന്ന് പറയുന്നുണ്ട്, ഇറങ്ങി നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ വാഴക്കാട് വെച്ച് എന്താ പറഞ്ഞത് എന്ന് ഓർമ്മണ്ടോ? വാഴക്കാട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടലില്ലേ? ആ വഴിയും പോയിട്ടില്ലല്ലോ. ഇരുമ്പുഴി പോകാത്ത പോലെ, പയ്യന്നൂര് പോകാത്ത പോലെ, പെരിങ്ങത്തൂര് പോകാത്തത് പോലെ, കാസർഗോഡ് ഹൊസങ്കടിയിൽ പോകാത്തത് പോലെ, പല സ്ഥലങ്ങളിലും പോകാത്തത് പോലെ ും പോയിട്ടില്ലല്ലോ. അവിടെ നിന്ന് നിങ്ങൾ എന്താ പറഞ്ഞിരുന്നത്? ഇറങ്ങുമെന്നും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുത്തശാബിഹായ ആയത്തുകൾക്കും ഹദീസുകൾക്കും ബാഹ്യാർത്ഥം പറയരുതെന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് മടങ്ങിക്കൂടേനാ എന്ന് ചോദിച്ചത്. കയറുന്നോ ഇറങ്ങുന്നോ ഒന്നും പറയാൻ തന്നെ പാടില്ല. എൻസിലു പറഞ്ഞാൽ എൻസിലു, ഇസ്തവ എന്ന് പറഞ്ഞാൽ മുസ്തവിന്നല ഇർഷിഹി എന്ന് പോലും പറയാൻ പാടില്ല. അത്ര പോലും മാറ്റം വരുത്താൻ പാടില്ല. ഇസ്തവ ഇസ്തവ, എൻസിലു എൻസിലു, എത് എന്നല്ലാതെ അർത്ഥം പോലും പറയാൻ
പറയാൻ പാടില്ല എന്ന് പറഞ്ഞിന്ന് ആ ആളിപ്പോ ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്തൊക്കെയാ പറയുന്നത്? ഇറങ്ങി വരും, ഇറങ്ങും ഒക്കെ അങ്ങനെ പറയുന്നതിന് തകരാറില്ല എന്നിടത്തേക്ക് എത്തി. അങ്ങനെ വിശ്വസിക്കാഞ്ഞാ മതി, അങ്ങനെ പ്രകടമായ അർത്ഥം പറയണതിന് കുഴപ്പമൊന്നുമില്ല എന്നിടത്തേക്കൊക്കെ എത്തിയില്ലേ? അപ്പൊ സഹോദരന്മാരെ, ഈ രൂപത്തിലാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് ആ വിശ്വസിക്കേണ്ട നിലക്ക് വിശ്വസിക്കുന്ന മുജാഹിദുകളെ ഇവർ കുതിര കയറുകയാണ്. അള്ളാഹു എന്ന് പറയുന്ന ഇവരുടെ അള്ളാഹു നമ്മെ പോലെ ഇറങ്ങും, കസേരയിൽ ഇരിക്കും, 2 കൈയുണ്ട്, 2 കാലുണ്ട്, മൂക്കുണ്ട്, കണ്ണുണ്ട്, നമ്മെ പോലെ ചെവിയുണ്ട്, നമ്മെ പോലെ വിരലുകളുണ്ട്, നമ്മെ പോലെ ഇരിക്കുന്നു, നമ്മെ പോലെ ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറില്ലേ? എത്ര തവണയാണ് നമ്മൾ ഇവിടെ നിന്ന് ആവർത്തിച്ചത്? അള്ളാഹുവിനെ പറ്റി സൃഷ്ടികളോട് ഒരു നിലക്കും ഉപമിച്ചു പോകരുത് കേട്ടോ. ഒരു നിലക്കും അവന് അർഹതപ്പെട്ടതല്ലാത്ത, അവകാശപ്പെട്ടതല്ലാത്ത, അവനെ വിശേഷിപ്പിക്കാൻ പറ്റാത്ത ഒന്നുകൊണ്ടും വിശേഷിപ്പിക്കരുത്. അതേ സമയത്ത് തന്നെ അള്ളാഹു അവനെ പറ്റി എന്തൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ അപ്പടി തന്നെ നമ്മൾ സ്വീകരിച്ചു കൊള്ളണം. എങ്ങനെയെന്ന് ചോദിച്ചുകൂടാ, മറ്റൊന്നിനോട് ഉപമിച്ചുകൂടാ, മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തിക്കൂടാ. ഈ വിശ്വാസമല്ലേ പൂർവീകരും ആധുനികരുമായ എല്ലാ ഇമാമിയങ്ങൾക്കും ഉള്ളതെന്ന് കിതാബുകളിൽ പറഞ്ഞിട്ടില്ലേ? ആ വിശ്വാസം മുജാഹിദുകൾ സ്വീകരിച്ചതിന് നിങ്ങൾ എന്തൊക്കെയാ ഇവിടെ നിന്ന് പരിഹസിക്കാറുള്ളത്, പരിഹസിച്ചിട്ടുള്ളത്, ഇപ്പോഴും പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത്? റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചോളൂ. അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ചിന്തിച്ചോളൂ.